ഹലോ, ഞാൻ റിജോസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദ പേഴ്സൺ CCT മാനുവൽ 2024 എന്ന ഈ ബുക്കിനെ കുറിച്ചുള്ള വീഡിയോസ്. നമ്മൾ ഫസ്റ്റ് തന്നെ പറയുന്നത് ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം സിലബസ്, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നത് CST പേപ്പർ 1 ജനറൽ സ്റ്റഡീസിലെ ചാപ്റ്റർ 4 ഫിസിക്സിൽ ജനറൽ സയൻസ് ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ലെവൽ 3 75 ക്വസ്റ്റ്യൻ മുതലാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി നമ്മൾ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്കത് പറഞ്ഞതിന് ശേഷം നമുക്ക് 75 ക്വസ്റ്റ്യൻ മുതൽ നോക്കാം. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താ പറയാം, സ്ക്വയർ റൂട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. അപ്പൊ ജസ്റ്റ് ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്ന് കാണിക്കണം നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി. ഈ വീഡിയോസ് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് നമുക്കത് പറയേണ്ടി വരുന്നത്. പിന്നെ പ്രത്യേകിച്ച് CST ആയതുകൊണ്ട് നമ്മളത് പറയുന്നത് കുറെ കൂടി നല്ലതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് അങ്ങനെ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് അങ്ങനെ പറഞ്ഞില്ല. നമ്മൾ ആ സ്പോട്ടിൽ പറഞ്ഞു പോയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അതേ സമയത്ത് തന്നെ. പക്ഷെ എന്നാലും എനിക്കിത് പറയുന്നത് നല്ലതെന്ന് തോന്നി, അതുകൊണ്ട് പറയുന്നതാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടാൽ അറിയാം, 57 ക്വസ്റ്റ്യനിൽ സ്ക്വയർ റൂട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യനും ഇതിലും സ്ക്വയർ റൂട്ട് തന്നെയാണ് വരുന്നത് 26 ക്വസ്റ്റ്യനിൽ. അപ്പൊ ഇത് നമ്മളൊക്കെ ഇതൊക്കെ പറഞ്ഞ ടൈമിൽ നമ്മളൊരു ഡൗട്ട് പോലെ പറഞ്ഞിരുന്നു, നമ്മൾ പറയുന്നത് തെറ്റായിരിക്കോ ശരിയായിരിക്കോ എന്നുള്ള രീതിയിൽ. കാരണം എന്താ പറയാ, നമുക്ക് മാത്സ് ആയിട്ട് അത്ര നമുക്കറിയാം സ്ക്വയർ റൂട്ട് ആണെന്നുള്ളത് നമുക്കറിയായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഉറപ്പ് പറഞ്ഞിരുന്നില്ല. അപ്പൊ ഇത്ര നിസ്സാര കാര്യം ശരിക്കും പറഞ്ഞാൽ നമ്മള് നമുക്കൊരു ഡൗട്ട് വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ നമ്മൾ മാത്സ് ആയിട്ട് റിലേഷൻ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സ്ക്വയർ റൂട്ട് ആണെന്നുള്ളൊരു അറിവ് മാത്രമേ നമുക്കുള്ളൂ. എന്നാലും CST എന്നുള്ള രീതിയിൽ നമ്മൾ പറയുമ്പോൾ തെറ്റ് സംഭവിക്കരുതെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിച്ചിരുന്നു. ഇത് പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ നമ്മളത് ക്ലിയർ ചെയ്തു. എന്ത് തന്നെയാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ ശരിക്കും ഒരു ഡൗട്ട് വരാൻ പാടില്ലാത്തതാണ്. കാരണം വളരെ നിസ്സാരമായ കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് ഡൗട്ടൊക്കെ വരാന്നുള്ളത് നോർമലായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്ര വിചാരിച്ചുള്ളൂ. നമ്മളാ പറഞ്ഞത് കൊണ്ട് എനിക്ക് തെറ്റുപറ്റിയാലും നിങ്ങൾക്ക് തെറ്റുപറ്റരുത്, അതിന് വേണ്ടി പറഞ്ഞതാണ്. പിന്നെ CST ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എനിക്ക് മാത്സ് ആയിട്ട് റിലേഷൻ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. വെച്ചാൽ മാത്തമാറ്റിക്സ് എന്നുള്ളത് നമ്മൾ അത്ര വലിയ ഒരു സബ്ജക്റ്റ് ആയിട്ട് അങ്ങനെ നമ്മൾ പഠിക്കാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എനിക്ക് സോഷ്യൽ സയൻസിനോടൊക്കെ ആയിരുന്നു താല്പര്യം കൂടുതൽ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇത്ര നിസ്സാരമായ കാര്യങ്ങൾ അതുകൊണ്ട് നമ്മൾക്ക് ഒരു എന്താ പറയാ ഡൗട്ട് വരുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ തെറ്റ് വരുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. ചില സൈനുകളും ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവാറില്ല എന്ന് എനിക്ക് തോന്നുന്നതുകൊണ്ട് ഞാൻ സ്പോട്ടിൽ തന്നെ നിങ്ങളോട് ക്ഷമ ചോദിച്ച് പോവാറുണ്ട്. അപ്പൊ നമ്മളത് ക്ലിയർ ചെയ്തു. നിങ്ങൾക്കറിയാം വാട്സപ്പിൽ ഇപ്പൊ പുതിയൊരു സംവിധാനം ഇറങ്ങിയേക്കുന്നത് മെറ്റ AI എന്ന് പറഞ്ഞിട്ട്, മെറ്റ AI അങ്ങനെ എന്തോ ആണ്, മെറ്റ AI എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് നമ്മൾ കോണ്ടാക്ട് ചെയ്ത് നമ്മൾ ഇത് ക്ലിയർ ചെയ്തിരുന്നു. ഇത് മാത്രമല്ല പല കാര്യങ്ങളും നമ്മൾ സംശയമുള്ളതൊക്കെ നമ്മൾ നോക്കാന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഒരു പരമാവധി നമുക്ക് തെറ്റ് വരുന്ന ഒഴിവാക്കാൻ സാധിക്കുമല്ലോ എന്തായാലും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് പറഞ്ഞെന്നുള്ളൂ. കണ്ടിന്യൂ ചെയ്യണ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാ വീഡിയോസും. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകരിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തുള്ള കാര്യങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നമ്മുടെ ടോപ്പിക്കിലേക്ക് പോകാം. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലോട്ട്. ജനറൽ സയൻസ് ഫിസിക്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ ലെവൽ 3 75. The atomic number of iron is 26. Naturally occurring iron is found to contain isotopes of atomic masses numbers 54, 56, 57 and 58. The following statements is incorrect. A. Every atom of iron contains 26 protons. B. Some atoms of iron contain 30 neutrons. C. Some atoms of iron contain 56 neutrons. D. The 4 kinds of naturally occurring iron atoms have the same chemical properties. Answer C. Some atoms of iron contain 56 neutrons. 76. The bimetallic strip in a thermostat consists of brass and iron.
The bimetallic strip in a thermostat consists of brass and iron. When the strip is heated, it bends into an arc with the brasses on the convex side and iron on the concave side of the arc. This happens because A. Brasses has a higher specific heat capacity than iron. B. The density of brasses is more than that of iron. C. It is easier to bend a brass strip than an iron strip of the same size. D. Brasses has a higher coefficient of linear expansion than iron. Answer D. Brasses has higher coefficient of linear expansion than iron. Answer D. Brasses has a higher coefficient of linear expansion than iron. 77. The densities of three liquids are D, 2D, 3D. What will be the density of the resulting mixture? B. If equal volumes of the three liquids are mixed, A. 6D, B. 14D, C. 2D, D. 3D. Answer C. 2D. 78. The diagram below shows the propagations of a wave which points are in phase. P, Q, R, S, T. P, Q, R, S, T. P, Q, R, S, T. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കാം. എ പി ക്യു, ബി ക്യു ആർ, സി ക്യു എസ്, ഡി ടി ക്യു. ആൻസർ സി ക്യു എസ്. ക്യു എസ്. ആൻസർ സി ക്യു എസ്. 79. The dimension formula for the moment of inertia is A. MLT negative 2, B. ML square, C. ML 2 T negative 2, D. MLT negative 2. Answer B. ML square. 80. The dimension formula of one of the following alone is different. Which is it? A. Potential energy, B. kinetic energy, C. couple, D. power. Answer D. Power. 81. The diode cannot be used as a rectifier, B. a detector, C. a modulator, D. an amplifier. Answer D. an amplifier. 82. The displacement of an object is given by y equals 0.02 sin 20 pi t. The period of the system is 79. The dimension formula for the moment of inertia is A. MLT negative 2, B. ML square, C. ML square T negative 2, D. MLT negative 2. Answer B. ML square. 80. The dimension formula of one of the following alone is different. Which is it? A. potential energy, B. kinetic energy, C. couple, D. power. Answer D. power. 81. The diode cannot be used as a rectifier, B. a detector, C. a modulator, D. an amplifier. Answer D. an amplifier. 82. The displacement of an object is given by y equals 0.02 sin 20 pi t. The period of the system is നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞു. എന്തായാലും ഒരിക്കൽ കൂടി പറയാൻ വേണ്ടിയിട്ടു. The displacement of an object is given by y equals 0.02 sin 20 pi t. The period of the system is A. 1 by 10 second, B. 10 seconds, C. 0.02 m, D. pi by 10. Answer A. 1 by 10 second. 83. The distance traveled varies with the time for different bodies as shown below. In which case is the acceleration of the body a minimum? A. sm tm, B. sm tm, C. sm tm, D. sm tm. A. sm tm, B. sm tm, C. sm tm, D. sm tm. Answer C. sm tm. Answer C. sm tm. C. sm
CM. ആൻസർ C SM TM. സോറി, എൻ്റെ സൗണ്ടിൽ വ്യത്യാസം വന്ന്. ആൻസർ C SM TM. ആൻസർ C SM TM. നിസ്സാര കാര്യമാണെങ്കിലും ഞാൻ ഒരിക്കൽ കൂടി പറയാണ്. നമ്മൾ പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ദയവേത്. ക്വസ്റ്റ്യൻ നമ്പർ 83 എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ കാര്യം വരെ തെറ്റി പറയാമെന്ന ഭയങ്കര വിഷമമുള്ള കാര്യമുണ്ട്. തെറ്റുണ്ടായാലും ഇല്ലെങ്കിലും നമുക്ക് പറയാനുള്ള കടമയുണ്ട്. നമുക്ക് ഇത്രയൊക്കെ അറിയുള്ളൂ പറയാൻ. അത് തന്നെ ഞാൻ പറഞ്ഞല്ല, മാത്തമാറ്റിക്സ് ആയിട്ട് നമുക്ക് റിലേഷൻ ഇല്ല. ചെറിയ കാര്യമാണെങ്കിലും നമ്മൾ ശരിയായിട്ട് പറയാമെന്ന് വിചാരിച്ചാലും തെറ്റായി പോവും ചില അവസ്ഥകളിലൊക്കെ. ദയവേത് ക്ഷമിക്കുക എന്ന് പറയാനാകുള്ളൂ. ഇതില് ആൻസർ വരുന്നത്, ഒരിക്കൽ കൂടി പറയണ, ആൻസർ C SM TM. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കാം. നമുക്ക് മേറ്റ എയില് നമുക്കിപ്പോൾ കണക്ട് ചെയ്യാനാവില്ല, കാരണം നെറ്റ് ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതുപോലത്തെ ടൈപ്പൊക്കെ നമ്മൾ വോൾ സ്ക്വയർ എന്ന് പറയാറുണ്ട്. എനിക്കെന്തോ കറക്റ്റായിട്ട് നമ്മൾക്ക് അങ്ങോട്ട് എന്താ പറയാ ഉറപ്പിച്ചങ്ങ് പറയാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കുക. നിസ്സാര കാര്യമുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വരെയാണ്. നമ്മൾക്ക് ഇങ്ങനത്തെ ഉള്ള എന്താ പറയാ ടോപ്പിക്സുകൾക്കൊന്നും അധികം പ്രാധാന്യം കൊടുത്ത് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇപ്പോൾ ബുദ്ധിമുട്ടേണ്ട അവസ്ഥന് ചെറിയ കാര്യമാണെങ്കിലും വലിയ കാര്യമാണെങ്കിലും ഒരേപോലെ തെറ്റിപ്പോകുന്ന അവസ്ഥ, ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ, എന്താ പറയാ കോൺഫിഡൻ്റ് ആവാത്തൊരവസ്ഥയാണ്. നമുക്ക് ഡൗട്ട് ചോദിക്കാൻ ആരില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, നെറ്റില്ല. അപ്പം ഇപ്പൊ നമ്മൾ ചാറ്റ് ചെയ്യാന്ന് വിചാരിച്ചാൽ തന്നെ വീഡിയോ നമ്മൾ എന്താ പറയാ അവസാനിപ്പിക്കേണ്ടി വരും. അപ്പൊ എന്തായാലും ഈ ഫിഗർ 83 ഈ ഫിഗർ ഓർക്കുക. നമുക്ക് 84 നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ബ്രാക്കറ്റും അതുപോലെ തന്നെ വോൾ സ്ക്വയർ ഒക്കെയാണ് ഓർമ്മ വന്നത്. മാത്സിലുള്ള അറിവില്ലായ്മ, എന്താ പറയാ നിസ്സാരമായ കാര്യങ്ങളിലെ അറിവില്ലായ്മ ശരിക്കും എഫക്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോന എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. ഇങ്ങനത്തുള്ള പോരായ്മകളും അതുപോലെ തന്നെ തെറ്റുകളും അതുപോലെ തന്നെ എൻ്റെ അറിവില്ലായ്മ അല്ലെങ്കിൽ ഡൗട്ട്, അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുക. കാരണം അത് റിപ്പീറ്റ് ചെയ്ത് പറയാണ്ട് പറ്റില്ല. അത്രയും പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും എല്ലാവർക്കും അറിയാവുന്ന നിസ്സാരമായ കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. എനിക്കിപ്പോൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് അത് ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് പറയാനും ഒരു വിഷമമായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ രീതിക്ക് അങ്ങ് പറഞ്ഞു പോകുന്നത്. കാരണം നമ്മൾ ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുന്നതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത്. കാരണം അല്ലെങ്കിൽ അത് എല്ലാവരിലേക്കും ഒരു എന്താ പറയുക ഒരു ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കും. എന്തായാലും അവസാനിപ്പിക്കുകയാണ്. CCT എന്നുള്ള രീതിയിൽ ഒരു നിമിഷത്തിൽ പോലും തെറ്റ് വരരുത് എന്നുള്ളൊരു ചിന്താഗതിയുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് പറഞ്ഞുള്ളൂ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോൻ്റെ ഒരു അവസ്ഥയും എൻ്റെ ഒരു എന്താ പറയാ ഈ ടോപ്പിക്സിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അറിവ് നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു അവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതിനുവേണ്ടി പറഞ്ഞുള്ളൂ. ഈ സഹായാവസ്ഥ ഉണ്ട് എന്തെങ്കിലും എനിക്ക് പറയാനുള്ളൂ. നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ ചാറ്റ് ചെയ്ത് തന്നെ ഉറപ്പിക്കും, നിസ്സാര കാര്യമാണെങ്കിൽ പോലും. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യം ചിലതൊക്കെ എനിക്ക് അറിയില്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്ന അവസ്ഥയാണ്. ഇപ്പൊ എന്തായാലും നമുക്ക് 84 നോക്കാം. 84. The excess pressure P inside a soap bubble A is proportional to the radius of the bubble. A is proportional to the radius of the bubble. B is inversely proportional to the surface tension of soap solution. C is inversely proportional to the radius of the bubble.
D. Does not depend upon the temperature of the surrounding air. Answer C. Is inversely proportional to the radius of the bubble. 85. The half-life of a radioactive substance is 10 days. This means that A. The substance completely disintegrates in 20 days. B. The substance completely disintegrates in 40 days. C. 1/8 part of the masses of the substance will be left at the end of 40 days. D. 7/8 part of the masses of the substance disintegrates in 30 days. Answer D. 7/8 part of the masses of substance disintegrates in 30 days. 86. The molecular weight of a substance can be calculated by measuring A. Density in liquid state, B. Vapor density, C. Freezing point, D. Vapor pressure. Answer B. Vapor density. Answer B. Vapor density. ഈ രീതിയിൽ നമ്മൾ ക്യാമറ സെറ്റ് ചെയ്തേക്കണം. കാരണം വെച്ചാൽ നമ്മുടെ ക്യാമറ ക്ലാരിറ്റി അങ്ങോട്ട് കിട്ടുന്നില്ല, നേരത്തെ ചെയ്ത പോലെ ചെയ്തിട്ട്. നമുക്ക് നോക്കാം. 87. The moving coil ammeter utilizes a soft iron cylinder over which the rectangular coil rotates when a current passes through it. The purpose of the soft iron cylinder is A. To improve the current flow by producing eddy currents. To improve the current flow by producing eddy currents. A. To improve the current flow by producing eddy currents. B. To direct the magnetic field radially and make it nearly uniform all over the range of the movement of the coil. C. To act as a secondary current circuit to the current in the oil. D. None of the above. Answer B. To direct the magnetic field radially and make it nearly uniform all over the range of the movement of the coil. Answer B. To direct the magnetic field radially and make it nearly uniform all over the range of the movement of the coil. 88. The overalls of rolling mill workers are covered with bright tin foils so that A. heat rays may be absorbed in. B. heat rays may be reflected back. C. the overalls protect the body from outside injury. D. the overalls protect the body from electric shock. Answer B. heat rays may be reflected back. Answer B. heat rays may be reflected back. 88. The overalls of rolling mill workers are covered with bright tin foils so that A. heat rays may be absorbed in. B. heat rays may be reflected back. C. the overall protect the body from outside injury. D. the overalls protect the body from electric shock. Answer B. heat rays may be reflected back. A. heat rays may be absorbed in. B. heat rays may be reflected back. C. the overalls protect the body from outside injury. D. the overalls protect the body from electric shock. Answer B. heat rays may be reflected back. 89. The passengers in a boat are not allowed to stand because A. this will raise the center of gravity and the boat will be rocked. B. this will lower center of gravity and the boat will be rocked. C. the effective weight of system increases. D. of surface tension effects. D. of surface tension effects. Answer A. this will raise the center of gravity and the boat will be rocked. Answer A. this will raise the center of gravity and the boat will be rocked. Answer A. this will raise the center of gravity and B. boat will be rocked. 89. The passengers in a boat are not allowed to stand because A. this will raise the center of gravity and the boat will be rocked. B. this will lower center of gravity and the boat will be rocked. C. the effective weight of system increases. D. of surface tension effects. Answer A.
This will raise the center of gravity and the boat will be rocked. Answer A. This will raise the center of gravity and the boat will be rocked. 90. The planet Earth loses heat mainly by A. Conduction, B. Convection, C. Radiation, D. By all three processes. The planet Earth loses heat mainly by A. Conduction, B. Convection, C. Radiation, D. By all three processes. Answer C. Radiation. Answer C. Radiation. 91. The RMS speed of molecules of different gases at the same temperature is A. Directly proportional to the molar masses of the gas. B. Directly proportional to the square root of the molecular of the gases. C. Universally proportional to the molar masses of the gas. D. Inversely proportional to the square root of the molecular masses of the gases. Answer D. Universally proportional to the square root of the molecular masses of the gases. 92. The ratio of diffusion of oxygen and hydrogen are A. Directly proportional to their densities. B. Inversely proportional to their densities. C. Directly proportional to the square root of their densities. D. Inversely proportional to the square root of their densities. Answer D. Inversely proportional to the square root of their densities. Answer D. Inversely proportional to the square root of their densities. And 93. The relative permeability of a substance. The relative permeability of a substance X is slightly greater than unity, while that of the substance Y is slightly less than unity. Then A. X is diamagnetic, B. Y is diamagnetic, C. X is paramagnetic, D. Y is paramagnetic. Answer C. X is paramagnetic. Answer C. X is paramagnetic. 94. The velocity of propagation of sound waves in a diatomic gas is A. Greater the molecular weight of the gas. B. Less than a speed of sound in a triatomic gas of the same molecular weight. C. Independent of the molecular weight of the gas. D. Greater than the smaller the molecular weight of the gases. Answer D. Greater than the smaller the molecular weight of the gases. Answer D. Greater than the smaller the molecular weight of the gas. 95. To produce a stationary wave system. A. Any two waves traveling in the same direction are required. B. Any two waves of same frequency traveling in the same directions are required. C. Any two waves of same amplitude traveling in the same directions are required. D. Any two waves of the same amplitude and same frequency traveling in opposite directions are required. Answer D. Any two waves of the same amplitude and some frequency traveling in opposite directions are required. 96. Total reflecting prisms are used in optical instruments in preference to plain mirrors for the reason. A. That plain mirror can possess multiple images. B. That reflecting prism reflects more fully than a mirror, where the loss at the reflecting surface would be as much as 10%. C. That the incident ray can be totally reversed in direction by using a reflecting prism of the correct angle. D. That all the above are true. Answer D. That all the above are true. Answer D. That all the above are true. പിന്നെ ഈ ക്വസ്റ്റ്യൻ വെറുതെ കാണിക്കണേ ഞാൻ വീഡിയോയില് 83 ക്വസ്റ്റ്യൻ. ഇതിൽ എ നമ്മൾ SCM TM അതുപോലെ തന്നെ B SCM TM എന്നൊക്കെയാണ് പറഞ്ഞത്. പ്ലസ് വോൾ സ്ക്വയർ M
ടി ഹോൾ സ്ക്വയർ എം, അതുപോലെ തന്നെ ബിയില് എസ് ഹോൾ സ്ക്വയർ എം, ടിയില് ഹോൾ സ്ക്വയർ എം, സിയില് എസ് ഹോൾ സ്ക്വയർ എം, ടിയില് ഹോൾ സ്ക്വയർ എം, ഡിയില് എസ് ഹോൾ സ്ക്വയർ എം, ടി ഹോൾ സ്ക്വയർ എം ഒക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കിതിവിടെ വീഡിയോ പറയണം എന്നാണ് തോന്നിയത്, അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ നമുക്കിത് അറിയില്ല എന്ന് ഒരുപക്ഷെ നിങ്ങളും വിചാരിക്കാം. അപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം പങ്കുവെച്ചെന്നുള്ളൂ. നമുക്കിത് ഒരു ഉറപ്പ് വരുന്നില്ല, അതാണ് പ്രശ്നം. നമ്മൾ പറഞ്ഞു പോകുമ്പോൾ ഞാനിത് ASM TM അങ്ങനെ വായിച്ചു വായിക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ പറഞ്ഞത് തെറ്റ് വരാം, തെറ്റ് വരാതിരിക്കാം. അത് ഈ ഒരു കാര്യം എന്നല്ല, എന്തൊരു കാര്യമാണെങ്കിലും ദയവേത് അഡ്ജസ്റ്റ് ചെയ്യുക. മാത്തമാറ്റിക്സിലാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് പോയി എന്ന് പറയേണ്ടി വരും. ഫിസിക്സും മാത്തമാറ്റിക്സൊക്കെ അത് കാരണം കൊണ്ട് ഭയങ്കര കോൺസിക്വൻസിലേക്കാണ് ഇപ്പം എത്തിക്കൊണ്ടിരിക്കുന്നത്. യൂട്യൂബ് ആയതുകൊണ്ട് കമൻസ് കാര്യങ്ങളൊക്കെ വരും. നിസ്സാര കാര്യങ്ങളൊക്കെ നമ്മളുടെ ഭാഗത്തുനിന്ന് തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പരമാവധി നമ്മൾ കറക്റ്റ് ചെയ്യാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. എന്തുമാത്രം നമുക്കത് ചെയ്യാൻ പറ്റുന്നുള്ള അറിയില്ല. നമുക്കെന്നാലും പറ്റാവുന്ന രീതിയിൽ നമ്മൾ എന്താ പറയാ, നമ്മുടെ ഒരു സ്റ്റൈലിൽ അങ്ങ് ക്ലാസ് എടുത്ത് പോവുകയാണ്. ഒറ്റയ്ക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെയൊക്കെ നിങ്ങളോട് പറയേണ്ട ഒരു അവസ്ഥ വരെയാണ്. കാരണം നമുക്ക് നിസ്സാരമായിട്ടുള്ള ടോപ്പിക്സ് ആണെങ്കിലും ഹൈ റിസ്ക് ഉള്ള ടോപ്പിക്സ് ആണെങ്കിലും കറക്റ്റ് ഒരു നോളജ് ഉള്ള ഒരു വ്യക്തി നമുക്ക് ഗൈഡ് ചെയ്യാൻ വേണം. അതില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട്. പിന്നെ നെറ്റ് കാര്യങ്ങളൊക്കെ ഇല്ലെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല, അല്ലെ സെർച്ച് ചെയ്താണെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നുള്ളതും യാഥാർത്ഥ്യം. 96 നമുക്ക് ഒരിക്കലും പറയാം. ടോട്ടൽ റിഫ്ലക്റ്റിംഗ് പ്രിസംസ് ആർ യൂസ്ഡ് ഇൻ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഇൻ പ്രിഫറൻസ് ടു പ്ലെയിൻ mirrors for the reason A. that plane mirror can pose multiple images. B. that reflecting prism reflects more fully than a mirror where the losses at the reflecting surface could be as much as 10%. C. that the incident ray can be totally reversed in direction by using a reflecting prism of the correct angle. D. that all the above are true. Answer D. that all the above are true. 97. Two ships X and Y are moving with equal speeds. X travels north and Y travels east. Which of the following vector diagrams gives the velocity r of X relative to Y? A. Y X R. A. X Y R. B. R X Y Y. B. X X R Y Y. C. R X. C R X. D R X Y. D R X Y. ഈ ഫിഗറൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇതില് ആൻസർ തന്നെ സി ആണ്. ആൻസർ സി ആർ എക്സ്. ആൻസർ സി ആർ എക്സ്. ഫിഗർ ഓർത്ത് വയ്ക്കാം. $98. Two cars of masses M and 2M travel at the same speed V around a banked curve of radius R, which is covered with ice. If the first car negotiates the curve without slipping, the second car will A. also negotiable the curve without slipping. B. tend to slide towards the inside of the curve. C. tend to slide up towards the outside of the curve. D. cannot be predicted without a knowledge of the ratio V by R.
Answer A, also negotiate the curve without slipping. Answer A, also negotiate the curve without slipping. 99. Two equal forces have a resultant equal to either of them. The angle between A 60 degree, B 90 degree, C 120 degree, D 150 degree. Answer C 120 degree. നമ്മൾ പറഞ്ഞ ഓർഡറിലൊക്കെ തെറ്റുണ്ടെങ്കിൽ ദയവത് ക്ഷമിക്കുക. ചില സമയത്ത് അങ്ങനത്തെ മിസ്റ്റേക്കും കൂടി വരുന്നുണ്ട് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ. 100 ആണ് നമുക്ക് പറയാനുള്ളത്. 100. Two masses m1 and m2 are accelerated uniformly on a frictionless surface as shown. m1 m2 t1 t2. Two masses m1 and m2 are accelerated uniformly on a frictionless surface as shown. m1 t1 m2 t2. m1 t1 m2 t2. t1 m1 m2 t2. m1 t1 m2 t2. The ratio of the tensions T1 by T2 is given by A m1 by m2, B m1 plus m2 by m2, C m2 by m1, D m1 by m1 plus m2. Answer D m1 by m1 plus m2. Two masses m1 and m2 are accelerated uniformly on a frictionless surface as shown. The ratio of the tensions T1 by T2 is given by A m1 by m2, B m1 plus m2 by m2, C m2 by m1, D m1 by m1 plus m2. Answer D m1 by m1 plus m2. Answer D m1 by m1 plus m2. Answer D m1 by m1 plus m2. ഈ ഫിഗർ ഓർത്ത് വയ്ക്കുക 100 ക്വസ്റ്റ്യൻ്റെ. അടുത്തത് 101. Two masses m and m with m greater than m. Two masses capital M and small m with capital M greater than small m are hung over a massless, a friction-free pulley as shown in figure. A capital M, small m. Two masses capital M and small m with m capital M greater than small m are hung over a massless, friction-free pulley as shown in figure. Capital M, small m. The downward acceleration of the masses capital M is A G, B capital M by small m G, C capital M minus small m by capital M plus small m G, D capital M minus small m by capital M small m G. Answer C capital M minus small m by capital M plus small m G. A G, B capital M by small m G, C capital M minus small m by capital M plus small m G, D capital M minus small m by capital M small m G. Answer C capital M minus small m by capital M plus small m G.
Answer C, capital M minus small m by capital M plus small m g. 102. Two plane mirrors placed vertically at an angle to each other so that they form 5 images of the object. Placed between them is A 70 degree, B 60 degree, C 45 degree, D 50 degree. Answer B 60 degree. 103. Two planets have the same density of matter such that their masses are proportional to the cube of their radii. The ratio of their acceleration due to gravity on their surface is A R2 by R1, B R1 by R2 square, D R2 by R1 whole square. Answer C, R1 by R2. A R2 by R1, B R1 by R2 whole square, C R1 by R2, D R2 by R1 whole square. Answer C, R1 by R2. Answer C, R1 by R2. 104. Two radioactive sources A and B initially contain equal number of radioactive atoms. Source A has a half-life of 1 hour and sources B 2 hours. At the end of 2 hours, the ratio of the rate of disintegration of A to that of B will be answer A 1:1, B 1:2, C 2:1, D 4:1. Answer A 1:1. Answer A 1:1. 105. Two wires A and B of the same material have their lengths in the ratio of 1:2 and their diameters in the ratio of 2:1. If they are stretched with the same force, the ratio of the increase in the length of A and that of B will be A 1:2, B 4:1, C 1:8, D 1:4. Answer C 1:8. Answer C 1:8. 106. Velocity time graph of a particle executing SHM is shown in figure. Select the correct alternative. 1, 2, 3, 4. B. A at position 1 displacement of particle may be positive or negative. A at position 1 displacement of particle may be positive or negative. B at position 2 displacement of particle is negative. C at position 4 acceleration of particle is positive. D at position 3 acceleration of particle is positive. B x equal negative, x equal 0, x equal plus A. V x equal negative, x equal 0, x equal plus A. Answer D. At position 3 acceleration of particle is positive. At position 3 acceleration of particle is പോസിറ്റീവ്. ഈ ടോപ്പിക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. നിസ്സാര കാര്യമാണെങ്കിൽ പോലും നിസ്സാര കാര്യം തെറ്റി പറഞ്ഞു പോകുമ്പോൾ പിന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് CSCT എന്നുള്ള രീതിയിൽ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അങ്ങ് അഡ്വാൻസ്ഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അവസ്ഥയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്നുള്ള പ്രത്യേകത കൂടി ഉണ്ട്. ഈ ഫിഗർ നോക്കാം. ക്യാപിറ്റൽ M സ്മോൾ m, ക്യാപിറ്റൽ M സ്മോൾ m. One or two plane mirrors placed vertically at an angle to each other so that they form 5 images of the object. Placed between them is A 70 degree, B 60 degree, C 45 degree, D 50 degree. Answer B 60 degree. Answer B 60 degree. 103. Two planets have the same density of matter
such that their masses are proportional to the cube of their radii. The ratio of their acceleration due to gravity on their surfaces is A r2 by r1, B r1 by r2 whole square, C r1 by r2, D r2 by r1 whole square. Answer C r1 by r2. Now 104. Two radioactive sources A and B initially contain equal number of radioactive atoms. Source A has a half-life of 1 hour and source B 2 hours. At the end of 2 hours, the ratio of the rate of disintegration of A to that of B will be A 1:1, B 1:2, C 2:1, D 1:1. Answer A 1:1. Answer A 1:1. 105. Two wires A and B of the same material have their lengths in the ratio of 1:2 and their diameters in the ratio of 2:1. If they are stretched with the same force, the ratio of the increase in the length of A and that of B will be A 1:2, B 4:1, C 1:2, D 1:4. Answer C 1:2. Answer C 1:2. 106. Velocity time graph of a particle executing SHM is shown in figure. Select the correct alternative. V 1, 2, 3, 4. A at position 1 displacement of particle may be positive or negative. B at position 2 displacement of particle is negative. C at position 4 acceleration of particle is positive. D at position 3 acceleration of particle is positive. Answer D at position 3 acceleration of particle is positive. Answer D at position 3 acceleration particle is positive. Answer D at position 3 acceleration of particle is positive. V x equal negative A, x equal 0, x equal plus A. V x equal negative A, x equal 0, x equal പോസിറ്റീവ് എ. ഈ ഫിഗർ ഒന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ ഫിഗറും. 107. What the effect occurs on the frequency of a pendulum if it is taken from the earth's surface to deep into a mine? A increases, B decreases, C first increases then decreases. D no effect. Answer B decreases. Answer B decreases. 108. What happens if a bar magnet is cut into 2 pieces? Transfers to its length. A both pieces will be without magnetism. B each piece will have either 2 north poles or 2 south poles. C each piece will be a magnet with either north or south poles at each end. D only one end will show either north pole or south pole. The other end will not show any magnetism. Answer C each piece will be a magnet with either north or south poles at each end. 109. When a bar magnet is immersed in a heap of iron fillings and is then taken out, it is observed that iron fillings stick to the surface of the bar magnet. Then the iron fillings would be observed to A stick uniformly throughout the surface of the bar magnet. B stick randomly on the surface of the bar magnet. C have maximum concentration at the
two ends of the bar magnet, D have a maximum concentration slightly away from the two ends of the bar magnet. Answer D have maximum concentration slightly away from the two ends of the bar magnet. Answer D have maximum concentration slightly away from the two ends of the bar magnet. 110. When a capacitor is connected to a battery, A. No current flows in the circuit at all. B. Current flows in the circuit for some time and then decreases to zero. C. The current in the circuit keeps on increasing, reaching a maximum value when the chapter is charged to the voltage of the battery. D. An alternating current flows in the circle. Answer B. Current flows in the circuit for some time and then decreases to zero. 111. When a current flowing through a resistance increases 4 times, the heat developed will increase. A. 2 times, B. 4 times, C. 8 times, D. 16 times. Answer D. 16 times. 112. When a person walking in bright sunlight enters a dark room, he is not able to see clearly for a little while because A. The eye muscles cannot immediately change the local length of the eye lines. B. The retina retains the bright images for some time and becomes momentarily insensitive. B. The retina retains the bright images for some time and becomes momentarily insensitive. C. The iris is unable to contract the pupil immediately. D. The iris is unable to dilate the pupil immediately. Answer D. The iris is unable to dilate the pupil immediately. When a person walking in bright sunlight enters a dark room, he is not able to see clearly for a little while because A. The eye muscles cannot immediately change the focal length of the eye lens. B. The retina retains the bright images for some time and becomes momentarily insensitive. C. The iris is unable to contract the pupil immediately. D. The iris is unable to dilate the pupil immediately. Answer D. The iris is unable to dilate the pupil immediately. 113. When a recorded tape is played after being subjected to the magnetic field, then A. Reproduction is excellent. B. Recorded information is lost. C. Only high frequency reproduction takes place. D. Only low frequency reproduction takes place. Answer B. Recorded information is lost. 114. When a stone is dropped in a well, a splash is heard after 1.5 seconds after the stone hits the water surface. If the velocity of sound is 327 m per second, the depth of the well is A. 227 m, B. 490.5 m, C. 660 m, D. 981 m. Answer B. 490.5 m. In 115. When light emitted by a white hot solid is passed through sodium vapor at a low temperature, then the solid, the resultant spectrum will A. Show continuous spectrum of all colors. B. Show a number of bright yellow lines. C. Show only 2 dark lines corresponding to the D1 and D2 lines of sodium.
show only two dark lines corresponding to the D1 and D2 lines of sodium. D. Show continuous patch of yellow light. Sorry, നമുക്കിത് ഒരിക്കൽ കൂടി പറയാം. 150 question. When a light emitted by a white hot solid is passed through sodium vapor at a low temperature, then the resultant spectrum will A. Show continuous spectrum of all colors. B. Show a number of bright yellow lines. C. Show only two dark lines corresponding to the D1 and D2 lines of sodium. And D. Show continuous patch of yellow light. Answer C. Show only two dark lines corresponding to the D1 and D2 lines of sodium. 116. Which arrangement among the following given an upright magnified image? Types of lens, distance of objective from. Types of lens, distance of objective from. A. Convex. B. Concave. C. Convex. D. Convex. Type of lens, distance of objective from. A. Convex lens 1/2 f. B. Concave 1/2 f. C. Convex 1/2 f. D. Convex f. D. Convex f. A. Convex 1/2 f. B. Concave 1/2 f. C. Convex 1/2 f. D. Convex f. Answer D. Convex f. സോറി, തെറ്റിപ്പോയി. ഒരിക്കൽ കൂടി പറയണ്. വെരി സോറി. 116. Which arrangements among the following gives an upright magnified image? Types of lens, distance of object from lens. Distance of object from lens. A. Convex 1/2 f. B. Concave 1/2 f. C. Convex 1/2 f. D. Convex f. Answer C. Convex 1/2 f. Answer C. Convex 1/2 f. 117. Which of the following materials cannot serve as a dielectric in a condenser? A. Paper. B. Glasses. C. Oil. D. Copper. Answer D. Copper. 118. Which of the following pairs is incorrect? A. Atom smallest indivisible part of an element. A. Atom smallest indivisible part of an element. B. Molecular unit of a compound. C. Atom smallest part of a compound. D. Atom invisible particle. Answer A. Atom smallest indivisible part of an element. Answer A. Atom smallest indivisible part of an element. 119. Which of the following quantities has the same dimensions as momentum? A. Kinetic energy. B. Potential energy. C. Impulse. D. Work. Answer C. Impulse. 120. Which one of the following graphs best represents the relation between current I and applied potential difference V for the forward characteristics of a germanium diode? Which one of the following graphs best represent the relation between current I and applied potential difference V for the forward characteristics of a germanium code? A. IOV. B. IOV. C. IOV. D. IOV. A. IOV. B. IOV. C. IOV. D. IOV. A. IOV. B. IOV. C. IOV. D. IOV. ആൻസർ സി ആണ് വരുന്നത്.
ഒരു കൂടി പറയാം. എ ഐ ഒ വി, ബി ഐ ഒ വി, സി ഐ ഒ വി, ഡി ഐ ഒ വി. എ ഐ ഒ വി, ബി ഐ ഒ വി, സി ഐ ഒ വി, ഡി ഐ ഒ വി. എ ഐ ഒ വി, ബി ഐ ഒ വി, സി ഐ ഒ വി, ഡി ഐ ഒ വി. ആൻസർ സി ഐ ഒ വി. ആൻസർ സി. ആൻസർ സി ഐ ഒ വി. ഇനി അടുത്ത 121. 121. While passing over a suspension bridge, soldiers are not allowed to march in steps. This is A, to prevent any formation of sharp echo. B, because there cannot be orderly marching. C, to prevent any occurrence of resonance with the bridge. D, to prevent the bridge from executing forced vibrations. Answer C, to prevent any occurrence of resonance with the bridge. Answer C, to prevent any occurrence of resonance with the bridge. 122. 122. While running over a horizontal level road, the man holds the umbrella in the vertical direction. If he stops, then in order to protect himself from the rain, he would hold it A, still vertically, B, inclined to the front, C, inclined to the back, D, at an angle of 45 degrees Celsius. Answer C, inclined to the back. 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 123. Why are we able to hear shortwave broadcasters better than longwave broadcasters? A, shortwave broadcasters are made by nearby radio stations. B, shortwaves are unaffected by atmospheric disturbances. C, shortwaves are more energetic than long waves. D, by convention shortwaves are meant for long distances, whereas long waves are reserved for short distances. Answer C, short waves are more energetic than long waves. 123. Why are we able to hear short wave broadcasters better than long wave broadcasters? A, short wave broadcasters are made by nearby radio stations. B, short waves are unaffected by atmospheric disturbances. C, short waves are more energetic than long waves. D, by convention short waves are meant for long distances, whereas long waves are reserved for short distances. D, by convention short waves are meant for long distances, whereas long waves are reserved for short distances. Answer C, short waves are more energetic than long waves. Answer C, short waves are more energetic than long waves. ഇനി ഈ വിഭാഗത്തിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 124. മാച്ച് ദ ഫോളോയിങ്. ലിസ്റ്റ് 1, ലിസ്റ്റ് 2. എ, മോഡറേറ്റർ 1, യുറേനിയം. B, nuclear fuel 2, granite. C, coolant 3, cadmium. D, control rod 4, liquid sodium. Match the following. List 1, list 2. A, moderator 1, uranium. B, nuclear fuel 2, graphite. C, coolant 3, cadmium. D, control rod 4, liquid sodium. A, B, C, D. A, 2, 1, 3, 4. B, 3, 2, 1, 4. C, 2, 1, 4, 3. D, 3, 1, 2, 4. Answer D, 3, 1, 2, 4. Answer D,
3124. A moderator answer D 3124. A moderator cadmium. A moderator 3 cadmium. A moderator 3 cadmium. B nuclear fuel 1 uranium. B nuclear fuel 1 uranium. C coolant to graphite. C coolant to graphite. D control rod. D control rod for liquid sodium. D control rod for liquid sodium. അപ്പം നമ്മൾ ഈ ഭാഗം അവസാനിച്ച് കഴിഞ്ഞ് ലെവൽ 3 എല്ലാം കഴിഞ്ഞു നമ്മൾ പറഞ്ഞ്. ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 124 മാച്ച് ദ ഫോളോയിങ് പറഞ്ഞത്. തെറ്റുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നമ്മൾ ഇതുവരെ പറഞ്ഞതിലും ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യനൊക്കെ ആൻസർ ചെയ്തേലക്കാം. ഇനി ലെവൽ 4 ആണ് ഇനി പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറയാം. ലെവൽ 4 ആണ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ലെവൽ 4 ആൻസർ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതിലെന്താ പറയാ, ഈ സി ഡി എന്നൊക്കെ പറഞ്ഞേക്കുന്നതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതൊരു പ്രത്യേക ടൈപ്പ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. അത്യാവശ്യം 25 ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ലെവൽ 4. പിന്നെ അതിന് ഇതിന്റെ ഒറിജിനൽ ആൻസർ ആണ്. ഈ ഒറിജിനൽ ആൻസറും നമ്മൾ ഈ ലെവൽ 4 കൂടി പറഞ്ഞതിന് ശേഷം വീഡിയോയിൽ ജസ്റ്റ് വെറുതെ ഒന്ന് കാണിക്കുന്നത്. ഇതാണ് ആൻസർ. ഇതിന്റെ ഇത്രയും നമ്മൾ ക്ലാസ് എടുത്തതിന്റെ കറക്റ്റ് ആൻസർ ആണ്. ലെവൽ 1 ബാലൻസ് ആണ്. പിന്നെ ലെവൽ 2, ലെവൽ 3, ലെവൽ 4. ഇത് നമ്മൾ ശരിക്കും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ ടിക്ക് ചെയ്തതിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ടിക്ക് ചെയ്തേക്ക് തന്നെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ അതിലൊക്കെ ഡിഫറൻസ് വന്നിരുന്നു. അപ്പൊ ANS എന്ന് പറഞ്ഞാൽ തിരുത്തിയിരുന്നു. ഇതിന് മുന്നേ ചെയ്ത വീഡിയോയിലൊക്കെ നമ്മൾ അത് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇനി ക്വസ്റ്റ്യൻസും പിന്നെ ഈ ഒറിജിനൽ ആൻസേഴ്സും കൂടി ചേർത്ത് നമ്മൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഇനി വരാൻ പോകുന്ന ടോപ്പിക്സ് നമ്മൾ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്ത് ഗാലറിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അത് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരവസ്ഥയേ ഉള്ളൂ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആൻസറും ക്വസ്റ്റ്യൻസ് ആൻസേഴ്സും പിന്നെ അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ലെവൽ 4 വീഡിയോ ചെയ്യാന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ ക്ലാസ്സിൽ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, ക്ലാസ് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥ, എന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ, ബുദ്ധിമുട്ടുകൾ ഒക്കെ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് ക്ഷമ ചോദിക്കുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, നമ്മൾ നിസ്സാര കാര്യങ്ങൾ വരെ ഞാൻ പറഞ്ഞിരുന്നു. നമ്മൾ സ്പോട്ടിൽ തന്നെ ടോപ്പിക്സ് അല്ല, ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞ സ്പോട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. അതൊക്കെ എന്നാലും വളരെ പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കണം. എന്താ പറയാ, നിസ്സാര കാര്യങ്ങൾ നമുക്ക് ചിലത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചില നമുക്ക് ഉറപ്പില്ലാത്തൊരവസ്ഥയുണ്ട് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു എന്താ പറയണ്ടേ എന്നുള്ളൊരവസ്ഥയിൽ ഉള്ള ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ നമ്മൾക്ക് പറ്റാവുന്ന പോലെ പറഞ്ഞാണ് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ക്ലാസ് എടുക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ CSIT എന്നുള്ള രീതി ചിന്തിക്കുമ്പോൾ കുറേയും കൂടി നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കാനുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം തെറ്റുകൾ നമ്മുടെ ഭാഗത്തുനിന്ന് വരെ എന്നുള്ള ആഗ്രഹമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. എന്നാലും ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചൊരു അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയണമെന്നുള്ളൂ. ഇപ്പൊ യൂട്യൂബ് ആയതുകൊണ്ട് തന്നെ കമന്റ്സ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓപ്പോസിറ്റ് വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അത് മാത്രമല്ല നോക്കുന്നത്,
നമ്മുടെ ഭാഗത്തുനിന്നും എല്ലാ കാര്യം കറക്റ്റ് ആക്കേണ്ടതുണ്ട്. നമ്മുടെ ഭാഗത്തുനിന്ന് എല്ലാം പെർഫെക്റ്റ് ആക്കേണ്ടതുണ്ട്. ഞാൻ വീഡിയോന്റെ ഒരു ക്വാളിറ്റി അല്ല ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ തെറ്റുകൾ പറ്റിക്കഴിഞ്ഞാൽ നമ്മളത് നല്ല രീതിയിൽ അത് പറഞ്ഞ് എന്താ പറയാ തിരുത്താനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് എൻ്റെ അഭിപ്രായവും. മൊത്തത്തിലുള്ള തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് നമ്മൾ കറക്റ്റായിട്ട് വീഡിയോയിൽ പറഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾ വ്യൂവേഴ്സിന് അത് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. ചിലതൊക്കെ നമുക്ക് അറിയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ചില ടോപ്പിക്സുകളൊക്കെ, ടോപ്പിക്സ് മീൻസ് ഇതിൽ ഫിസിക്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനറൽ സയൻസിൽ. അപ്പൊ ചിലതൊന്നും നമുക്ക് റിലേറ്റഡ് അല്ല. ഫിസിക്സ് ഒക്കെ കുറെ ഭാഗങ്ങളൊക്കെ ചില സൈനുകള് നമ്പേഴ്സ് ഒക്കെ പറയുമ്പോ അപ്പൊ അത് നമുക്ക് അത്രയൊക്കെ പറ്റുള്ളൂ പറഞ്ഞു പോവാൻ. കഴിഞ്ഞ വീഡിയോ നമ്മൾ സ്ക്വയർ റൂട്ടിന്റെ കാര്യം പറഞ്ഞിരുന്നു. ഈ വീഡിയോയിൽ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ്ക്വയർ റൂട്ടിന്റെ കാര്യം. അപ്പൊ അത് ഞാൻ ഡൗട്ടായിട്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പറഞ്ഞു പോയത്. അപ്പൊ നമുക്കൊരു എന്താ പറയാ കറക്റ്റ് ആയിട്ടുള്ള ഒരു അവസ്ഥ വരുന്നില്ല പറയുമ്പോ. ഇപ്പൊ ഞാൻ പറയാനുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഫിസിക്സും മാത്സും ഒന്നും ഒരു റിലേഷനും ഇല്ലാത്ത ഒരാളാണ്. അതുപോലെ തന്നെ നിസ്സാര കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചിലതൊന്നും ഇപ്പൊ നിങ്ങൾക്കറിയാം മാത്സ് ആണെങ്കിലും വളരെ കറക്റ്റ് ആയിരിക്കണം. നമുക്കൊരു ഡൗട്ട് വരാൻ പാടില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് ശരിക്കും പറഞ്ഞാല്. എനിക്കിപ്പോ ഒറ്റ വാക്കി പറഞ്ഞു കഴിഞ്ഞാല് കുറെ കാര്യങ്ങളൊന്നും റിലേഷൻ ഇല്ല. ഫിസിക്സ് കെമിസ്ട്രി ആണെങ്കിലും മൊത്തത്തിൽ ഈ ബുക്കിലെ എല്ലാ ടോപ്പിക്സുകളും ഞാൻ ഈ തെറ്റ് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിലേഷൻ ഇല്ല എന്ന് തന്നെ പറയാം. മാത്സ് ഒക്കെ ചില സൈനുകളൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഫിസിക്സിലാണെങ്കിലും അങ്ങനത്തെ അവസ്ഥയുണ്ട്. മാത്സ് നമ്മൾ പറഞ്ഞിട്ടില്ല. മാത്സ് നമ്മുടെ ടോപ്പിക്സിലോട്ടൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. ഞാൻ ഉദ്ദേശിച്ച ഫിസിക്സ് ആണ്. ഫിസിക്സിൽ തന്നെ ഫിസിക്സ് ആണെങ്കിലും നമുക്ക് ഇതിലിപ്പോൾ ഒരുപാട് സൈനുകൾ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ല, നേരത്തെ നമ്മൾ ഇപ്പൊ ഈ വീഡിയോ തന്നെ എടുത്തപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും പറഞ്ഞപ്പോഴൊക്കെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ. അപ്പൊ അതാണ് അവസ്ഥ. അപ്പൊ നമുക്ക് ഇത്ര ആകുള്ളൂ പറഞ്ഞൊപ്പിക്കാനൊക്കെ. പിന്നെ നമ്മൾ ചാറ്റ് ചെയ്ത് നമ്മൾ കറക്റ്റ് ചെയ്ത്, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മെറ്റ AI എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനം ഉണ്ട് വാട്സപ്പിൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ അത് വെച്ചും നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് CSAT നിങ്ങൾക്ക് അറിയാം ലാർജസ്റ്റും അതുപോലെ ടഫസ്റ്റ് എക്സാം ആണ് ഇന്ത്യയിലെ. അപ്പൊ നമ്മൾ അതിൻ്റെതായിട്ടുള്ള ഒരു രീതിക്കാണ് വീഡിയോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ശരിയാവില്ല. ചെറിയ കാര്യം പോലും നമുക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ, അത് നമ്പേഴ്സ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ സയൻസ് ആയിക്കോട്ടെ. ഇപ്പൊ സൈനുകളാണെങ്കിലും നമ്പേഴ്സ് ആണെങ്കിലും ഇപ്പൊ സ്ക്വയർ റൂട്ട്, അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം പ്ലസ് മൈനസ് മുതൽ അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ അത് നമ്മൾ ശരിക്കും ഒരിക്കലും നമ്മൾ അതിൻ്റെതായിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ നമ്മളുടെയൊക്കെ അറിയാവുന്ന രീതിയിലുള്ള വീഡിയോ ചെയ്യാനേ നമുക്ക് ആകുള്ളൂ. അപ്പൊ പരമാവധി നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾ ദയവേത് ക്ഷമിക്കണം, അഡ്ജസ്റ്റ് ചെയ്യണം എന്നെനിക്ക് പറയാനാവുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യുന്നത്, ഇപ്പൊ ഇതിന് മുന്നേ വീഡിയോ ചെയ്താണെങ്കിൽ ഫസ്റ്റ് വീഡിയോസ് ഒക്കെ വളരെ സ്പീഡാണ്. ഇപ്പൊ തുടക്കത്തിലെ നമ്മൾ വീഡിയോ 2023 തുടങ്ങിയാണ്. എന്താ പറയാ 30/5/2023 ഫസ്റ്റ് വീഡിയോ ചെയ്തത്. അത് ഡിലീറ്റ് ചെയ്തിരുന്നു. അതിന് പകരമായിട്ട് ഇപ്പോഴും വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് നമുക്ക് ചെയ്യണം എത്രയും പെട്ടെന്ന്. നമ്മൾ ഈ ക്ലാസ് സ്പീഡായിട്ട് പോട്ടെ എന്ന് വെച്ചിട്ടാണ് ചെയ്യാത്തത്. അപ്പൊ അതൊക്കെ നമ്മൾ ഇതിന് മുന്നേ വീഡിയോയിൽ പറയുമായിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്തേക്കുന്ന എല്ലാ വീഡിയോസും സ്പീഡാണ്. മൊത്തത്തിൽ എൻ്റെ സംസാരം തന്നെ സ്പീഡാണ്. അതുകൊണ്ട് തന്നെ ക്ലാസ് എടുത്ത് പോയപ്പോഴും സ്പീഡായി പോയി. അത് പിന്നീടാണ് മനസ്സിലായത്. അതൊക്കെ നിങ്ങൾ ദയവേത് അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് പറയാനാവുള്ളൂ. അതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണെങ്കിലൊക്കെ. അപ്പൊ എന്തായാലും ദയവേത് എല്ലാം ഒന്ന് മനസ്സിലാക്കാം നമ്മൾ പറയുന്ന കാര്യമൊക്കെ. ഇപ്പൊ ഈ വീഡിയോ ആണെങ്കിലും ഇതിന് മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ആണെങ്കിലും എല്ലാ വീഡിയോനെയും ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇതിൽ സംസാരിക്കുന്നത്. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ എന്താ പറയാ തെറ്റായ കമന്റ്സ് അയക്കരുത്. അതെന്റെ ഒരു അപേക്ഷയാണ്. നമ്മൾ ഇത്രയും എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട്. എനിക്കറിയാം ഞാൻ പറഞ്ഞാലും കാര്യമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ചെയ്യുന്നവര് ചെയ്യായിരിക്കും എന്തായാലും. എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ എന്തായാലും ഇത് പറയണം എന്നുള്ളത് എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അതിനു വേണ്ടി പറയണം എന്നുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്ന വീഡിയോ, ഇപ്പൊ CSAT വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പേഴ്സൺ CSAT മാനുവൽ 2024 എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ ഒരുപാട് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ എന്നും പറയാനാവില്ല. കുറവുകളും തെറ്റുകളും അതുപോലെ തന്നെ എന്താ പറയാ ഡ്രോബാക്സ് ഒക്കെ നല്ലപോലെ ഉണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ചെറിയ കാര്യങ്ങൾ വരെയും നിസ്സാര കാര്യങ്ങൾ വരെയും തെറ്റി പറഞ്ഞു പോകുന്നൊരു വീഡിയോ ആണ്.
അപ്പോൾ നിങ്ങൾ അത്രയ്ക്ക് സ്റ്റാൻഡേർഡ് എന്തായാലും പ്രതീക്ഷിച്ചാൽ മതി. ഹൈ സ്റ്റാൻഡേർഡ് ഒന്നും പ്രതീക്ഷിക്കരുത്. ആ രീതിയിലാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയാനും ശ്രമിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കൊണ്ട് ആവുന്ന രീതിയിൽ വീഡിയോ ചെയ്യുക, അത്ര നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവട്ടെ എന്നുള്ളൊരു ആത്മാർത്ഥമായിട്ട് ആഗ്രഹം കൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. പിന്നെ നമുക്ക് പറയാനുള്ളത് വെച്ചാൽ ഈ ബുക്കിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ സിലബസ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ റിലേറ്റഡ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. അപ്പോൾ ദയവായി ചെക്ക് ചെയ്ത് നോക്കണം. ആഡ് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. കാരണം സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരിട്ട് പറയാൻ ടൈമില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും, സോങ്സ് ഒക്കെ മിക്സ് ചെയ്ത് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് എഡിറ്റ് ചെയ്തതിന് ശേഷം എനിക്ക് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കോൺസെൻട്രേഷന് എന്തെങ്കിലും ഇതിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. നമ്മൾ എഡിറ്റ് ചെയ്യാണ്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യും. ഒരുപാട് വീഡിയോസ് നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുമുണ്ട്. പിന്നെ എഡിറ്റിങ്ങിൽ നമുക്ക് അത്ര വലിയ കഴിവൊന്നുമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എന്നാലും നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്ത് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ വീഡിയോ നമ്മൾ രാത്രി എടുക്കണം എന്നുള്ള പ്രത്യേകത ഉണ്ട്. അപ്പോൾ CCTVക്ക് വേണ്ടി നല്ല രീതിയിൽ വീഡിയോ നിങ്ങൾക്ക് ഉപകരിക്കുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, സോങ്സ് മിക്സ് ചെയ്തിട്ട്. നമ്മൾ നല്ല അടിപൊളി സോങ്സ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ 15/5/2024 നമ്മൾ അപ്ലോഡ് ചെയ്തത് സ്വാതന്ത്ര്യദിനത്തിന്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾ ദയവായി വാച്ച് ചെയ്യണം. ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ് അത്. നമ്മൾ ക്ലാസ് ആയിട്ടല്ല, സോങ്സ് മാത്രം മിക്സ് ചെയ്തിട്ട് എഫക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. നല്ല വീഡിയോ ആണ്, നിങ്ങൾ ദയവായി വാച്ച് ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ലൊരു CCT എക്സാം എല്ലാവർക്കും ആശംസിക്കുന്നു. നല്ല വിജയകരമായിട്ടുള്ള CCT എക്സാം ഒക്കെ ജീവിതത്തിൽ നടക്കട്ടെ. എല്ലാവർക്കും ഹാവ് എ ഫാന്റാസ്റ്റിക് ഡേ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് നൈറ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്.